ഹലോ ഗൈസ്, എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞാൻ സുഖമായിരിക്കുന്നു കേട്ടോ. വീട്ടിൽ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണേ. അപ്പോഴാണ് വേറൊരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് എൻ്റെ ലൈഫിൽ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. യൂസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളൊക്കെ അധികവും എൻ്റെ എക്സ്പീരിയൻസും ഞാൻ വന്ന കാര്യങ്ങളും ഫിനാൻഷ്യൽ പരമായ കാര്യങ്ങൾ, എങ്ങനെ ഞാൻ പൈസ സേവ് ചെയ്യുന്നു, ഏതൊക്കെ വഴി കൂടെയാണ് ഞാൻ പൈസ ഉണ്ടാക്കുന്നത്, എൻ്റെ പാസീവ് ഇൻകം എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ഞാൻ കൂടുതലും ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചാനലിലേക്കൊക്കെ കുറേ പുതിയ ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പഴയ വീഡിയോസൊക്കെ എടുത്ത് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ലോ ലിവിങ്. ഞാൻ കുറേ നാളുകൾക്ക് മുമ്പൊക്കെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ സ്ലോ ലിവിങ് ഇതൊക്കെ എങ്ങനെ പോസിബിൾ ആകും, കാരണം എനിക്കൊന്നും നിൽക്കാനും ഇരിക്കാനും സമയം കിട്ടാറില്ല, ഭയങ്കര ഓട്ടമായിരുന്നു. ഇതെങ്ങനെ സാധ്യമാവുമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ സത്യം പറയാമല്ലോ, ഈ സ്ലോ ലിവിങ് നല്ലൊരു രസമുള്ള പരിപാടിയാണ് കേട്ടോ. നല്ല ടൈമും എഫേർട്ടും ഒന്നും അധികം ഇടാതെ നമുക്ക് പതുക്കെ ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ അതിന് കുറേ കാര്യങ്ങൾ ഈ പറയുന്ന നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പറയുന്ന ഭയങ്കര പെർഫെക്ഷൻ നോക്കാതെയും അങ്ങനെയൊക്കെ ഇരിക്കണം കേട്ടോ. ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ ഞാനത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയ പെർഫെക്ഷനൊന്നും ഞാൻ നോക്കില്ല, എനിക്ക് പറ്റുന്ന പോലെയൊക്കെ കാര്യങ്ങൾ ചെയ്യുള്ളൂ. എനിക്ക് വേണ്ടി ഒരുപാട് സമയം ഞാൻ കണ്ടെത്തും. എനിക്കിഷ്ടമുള്ള രീതിക്കാണ് ഞാൻ ഇപ്പം നിൽക്കുന്നത്. നേരത്തെ എന്നൊക്കെ പറയുമ്പം നമ്മൾ ഇത്രയൊക്കെ പഠിച്ചതല്ലേ, വലിയ കമ്പനിയിലൊക്കെ പോയി ജോലി ചെയ്താലേ അന്ന് ഭയങ്കര ഒരു സൊസൈറ്റിയുടെ ഒരു പ്രശ്നമാണത്. അത് നമുക്കും പകർന്നു കിട്ടിയതാണ്. അപ്പം അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ചിന്തയുണ്ടായിരുന്നത്. അതുകൊണ്ട് കഷ്ടപ്പെട്ട് രാപകലില്ലാതെ ജോലി ചെയ്യായിരുന്നു, മറ്റൊരു കാര്യത്തിനും സമയം കിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ജോലി എൻ്റെ ഇഷ്ടത്തിന് ഞാൻ വിട്ടതാണ്. അത് വിട്ടപ്പോഴും ഒരുപാട് പേര് പറഞ്ഞു, നിനക്ക് ശ്രമിക്കാമായിരുന്നു, നിനക്ക് ഇരിക്കാമായിരുന്നു, പിള്ളേരെയൊക്കെ ഡേ കെയറിൽ വിട്ടാൽ പോരെ, അങ്ങനെ കുറേ ഉപദേശങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. കളഞ്ഞതിനെ പറ്റി കുറേ പേര് വഴക്ക് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതെൻ്റെ ഡിസിഷനായിരുന്നു. ആ ഡിസിഷൻ എനിക്ക് ബെസ്റ്റാണെന്നാണ് എനിക്ക് ഇപ്പോൾ തോന്നിയെന്നുള്ളത് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് വിട്ടത് കൊണ്ടാണ് എനിക്കിപ്പം എൻ്റേതായ ഇഷ്ടത്തിന് എനിക്ക് ജീവിക്കാൻ പറ്റുന്നത്. അത് വിട്ടപ്പോഴും എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ടായിരുന്നു, എനിക്ക് എങ്ങനെയാണ് പൈസ ഉണ്ടാക്കാൻ പറ്റുക, ഒരു പാസീവ് ഇൻകം എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്നുള്ളത് ഞാൻ നേരത്തെ പതുക്കെ കണ്ടുപിടിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കതൊരു വലിയ വിഷയമായി തോന്നിയില്ല. പിന്നെ കുറേ ചിന്തിച്ച് പറക്കിയാണ് ഓരോ തരത്തിലുള്ള പാസീവ് ഇൻകം ഉണ്ടാക്കാൻ തുടങ്ങിയത്. പിന്നെ എനിക്ക് എൻ്റെ ഫാമിലീനെയൊക്കെ നോക്കിക്കൊണ്ട് എൻ്റെ കുട്ടികളുടെ കാര്യം ടേക്ക് കെയർ ചെയ്തുകൊണ്ട് കുറച്ച് സമയമെങ്കിലും എനിക്ക് സ്പെൻഡ് ചെയ്തുണ്ടാക്കാൻ പറ്റുന്ന, ഇവിടെ ഇരുന്നു കൊണ്ട് എൻ്റെ തൊട്ടടുത്തുള്ള ചുറ്റുപാടിൽ നിന്നുകൊണ്ട് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതൊക്കെ ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു എക്സിബിഷനും സ്റ്റോളുകളെ പറ്റിയൊക്കെ കാണുന്നതും അതിനൊക്കെ പോകാൻ തുടങ്ങിയതും. അപ്പോൾ അവിടെ നിന്നൊരു 3 hours ഉണ്ടാക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത്, ഞാൻ ഒരു മാസം എനിക്കൊരു വർക്ക് ചെയ്താൽ കിട്ടുന്ന പൈസ അതിൻ്റെ ഏകദേശം അടുത്തൊക്കെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ചിലപ്പോൾ നല്ലോണം നടക്കും, ചിലപ്പം കുറച്ചേ നടക്കുള്ളൂ. ചില എക്സിബിഷൻസൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് അറിവുകളാണ് കിട്ടുന്നത്. നമ്മൾ മെൻ്റലി നമ്മൾ ഭയങ്കര ഹാപ്പി ആവുകയാണ് ചെയ്യുന്നത്. പിന്നെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ കൂട്ടുകാരോടൊത്ത് പോകുന്നത്, വാങ്ങിക്കുന്നത്, ഇതൊക്കെ ഒരു രസമുള്ള കാര്യമാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ശരിക്കും എൻജോയ് ചെയ്യുകയാണ് എൻ്റെ ലൈഫ്. എനിക്ക് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. കുറേ കാര്യങ്ങൾ എനിക്ക് വേണ്ടി മാറ്റി വെക്കാൻ പറ്റുന്നുണ്ട്. കുറച്ച് ഫ്രണ്ട്സുമായിട്ടൊക്കെ വെളിയിൽ പോകാൻ പറ്റുന്നുണ്ട്. എൻ്റെ ഫാമിലിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ കുട്ടികൾ ചോദിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. എൻ്റെ പേരൻസ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഈ സ്ലോ ലിവിങ്ങും ഞാൻ ഈ പറഞ്ഞ പോലെ സമയമെടുത്ത് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് എനിക്ക് വേണ്ടി സമയം, അങ്ങനെ ഒരു സ്ലോ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും ഒരുപാട് എനർജി നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഈ എനർജി സേവ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്ലോ ലിവിങ് ഭയങ്കര രസമുള്ള കാര്യമാണ് കേട്ടോ. ഇതുവരെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടില്ല, ചെയ്തു നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തു നോക്കണേ. നല്ല രസമുള്ള കാര്യമാണ്. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ എനിക്ക് കുറേ എൻ്റെ ലക്ഷ്യങ്ങളൊക്കെ, കുറേ ബക്കറ്റ് ലിസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഇതിനു മുന്നേ ഈ ബക്കറ്റ് ലിസ്റ്റ് എന്നൊക്കെ പറയുന്നത് വെറുതെ ഒരു ഡ്രീം മാത്രമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒന്നൊന്നായിട്ട് എൻ്റെ ബക്കറ്റ് ലിസ്റ്റുള്ള കാര്യങ്ങളൊക്കെ പൊടി തട്ടിയെടുത്ത് അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തിനും നമുക്ക് പൈസ വേണമല്ലോ,
അതിലേക്ക് വേണ്ടിയിട്ട് എൻ്റെ പാസീവ് ഇൻകത്തിൽ നിന്ന് ഒരു പെർസെൻറ്റേജ് ഓഫ് എമൗണ്ട് എനിക്ക് മാറ്റി വെക്കാൻ പറ്റുന്നുണ്ട്. ഓരോ ദിവസവും അത് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, ലൈഫിലൊരു സേഫ്റ്റി ഫീൽ ചെയ്യുന്നു. മുന്നത്തെക്കാളും ഒരു സേഫ്റ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഫ്യൂച്ചറിനെ ഓർത്ത് എനിക്കൊരു പേടി ഇപ്പോൾ ഇല്ല. ഭയങ്കര ഹറിബറിയല്ല. രാവിലെ കറക്റ്റ് 9 മണിക്ക് ലോഗിൻ ചെയ്യണം എന്നുള്ള ആ ഒരു ടെൻഷനില്ല. എൻ്റേതായ സമയത്തിന് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ എൻ്റെ ഫിസിക്കൽ, മെൻ്റൽ എല്ലാ ഹെൽത്തും ഒരേപോലെ എനിക്ക് ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഐ എം സോ ഹാപ്പി. ഒന്നാമത് നമുക്ക് വേണ്ടത് നമ്മൾ ഈ ഒരു അടച്ചു പൂട്ടിയിരിക്കുന്ന മെൻറ്റാലിറ്റിയിൽ നിന്നും സൊസൈറ്റിയുടെ കുറേ കാര്യങ്ങൾ അതിൽ നിന്നൊക്കെ നമ്മൾ പുറത്ത് വരിക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ പഠിച്ചാൽ ജോലി ചെയ്തേ പറ്റൂ, അങ്ങനെയൊന്നുമില്ല. എന്ത് ജോലിയും നമുക്ക് ചെയ്യാം. പക്ഷേ വളരെ ബുദ്ധിപൂർവ്വം നമുക്ക് കുറച്ച് എഫേർട്ട് സമയമെടുത്ത് നമുക്ക് പൈസ ഉണ്ടാക്കാം. നല്ലോണം ഹാർഡ് വർക്ക് ചെയ്ത് ചത്ത് കിടന്നും ഉണ്ടാക്കാം. ഇതിലേത് തരത്തിൽ വേണമെന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന പോലെ ഇരിക്കും. നമ്മുടെ കഴിവ് പോലെ ഇരിക്കും, നമ്മുടെ സ്കില്ല് പോലെ ഇരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.